welcome to my classroom. Today's topic is Kirchhoff's law, one of the fundamental law in electric circuits. So this topic is a core or a very important topic in our chapter current electricity. Before entering the Kirchhoff's law, we want to introduce some topics, that is junction, branch and loop related to a complex electrical circuit. And after that we are discussing about the sign convention related to Kirchhoff's law. Then our topic is, main topics are, first one is junction rule and the second one is loop rule. So let's start our class. Topics are Kirchhoff's law. First we want to discuss about some important terms, that is junction, branch and loop in a complex circuit. So first rule, or it's also known as junction rule or current rule. Second rule, loop rule or voltage rule. സോ ഫസ്റ്റ് നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ്, കിർച്ചോഫ്സ് ലോ പഠിക്കുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ദാറ്റ്സ് എ ഇൻട്രൊഡക്ഷൻ ടു കിർച്ചോഫ്സ് ലോ. വെരി ഇമ്പോർട്ടൻറ്റ് ടേംസ് ആർ ജംഗ്ഷൻ, ബ്രാഞ്ച് ആൻഡ് ലൂപ്പ് ഇൻ എ കോംപ്ലക്സ് സർക്യൂട്ട്. ഒരു കോംപ്ലക്സ് സർക്യൂട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടേംസ് ആണ്. അതിന് മുമ്പായിട്ട് നമുക്കൊരു സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാം. ഹിയർ E1 ആൻഡ് E2 ആർ ടു സോഴ്സ് ആണ്. ദെൻ R1, R2 ആൻഡ് R3 പാരലായിട്ട് കണക്ട് ചെയ്ത 3 റെസിസ്റ്റേഴ്സ് ആണ്. ആൻഡ് ഹിയർ ഡിഫറെൻറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, I1, I2, I1 + I2. അപ്പോൾ ഇത്രയും വരുന്ന ഒരു കോംപ്ലക്സ് സർക്യൂട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. ഈ ഒരു സർക്യൂട്ടിൽ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. വോട്ട് യു മീൻ ബൈ ജംഗ്ഷൻ? ജംഗ്ഷൻ മീൻസ് more than 3 paths are meeting at a point. കറണ്ട് ഫ്ലോ ചെയ്യുന്ന മൂന്നോ അതിലധികമോ പാത്തുകൾ ഒരു പോയിന്റിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ ആ പോയിന്റിനെ നമ്മൾ എന്ത് വിളിക്കും? ഇറ്റ്സ് എ ജംഗ്ഷൻ എന്ന് വിളിക്കും. ഹിയർ എ ബി എ പോയിന്റ് വെയർ 3 paths are meeting, അല്ലെ? I2 എന്ന് പറയുന്ന കറണ്ട് ഒഴുകുന്ന പാത്ത് ജോയിൻ ചെയ്യുന്നു, I1 കറണ്ട് ഒഴുകുന്ന പാത്ത് ജോയിൻ ചെയ്യുന്നു. അതേപോലെ തന്നെ I1 + I2 എന്ന് പറയുന്ന ഒരു പാത്ത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ A must be a junction and like B also another junction. അപ്പോൾ A and B are two junctions in the circuit. മൂന്നോ അതിലധികമോ കറണ്ട് ഫ്ലോ ചെയ്യുന്ന പാത്തുകൾ ജോയിൻ ചെയ്യുന്ന പോയിന്റ്സിനെയാണ് നമ്മൾ ജംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് branch of a complex circuit. Branch എന്ന് പറയുന്ന it's a continuous path from one junction to next junction. And here one important thing we want to keep in mind, current is same in one branch. Current throughout the branchil same ആയിരിക്കും. സോ നമ്മൾ എ എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് ബി എന്ന് പറയുന്ന ജംഗ്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ വേറൊരു ബ്രാഞ്ച് പാടില്ല, സോറി ജംഗ്ഷൻ പാടില്ല. എ ടു ബിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, E1ലേക്ക് വന്നു, R1ലേക്ക് വന്നു, ദെൻ ബിയിലേക്ക് വന്നു. അപ്പം നമ്മൾ പോകുന്ന ഡയറക്ഷനാണ് A to B എന്ന് പറയുന്നത്. ഫസ്റ്റ് ബ്രാഞ്ച് ഈസ് A, E1, R1, B. ദാറ്റ്സ് എ വൺ ബ്രാഞ്ച് ഇൻ ദ സർക്യൂട്ട്. അതേപോലെ തന്നെ വേറെ ബ്രാഞ്ചും ഉണ്ട്, എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നത്. ഫസ്റ്റ് പോലെ തന്നെ നമുക്ക് എടുക്കാം. സെക്കൻഡ് വൺ ഈസ് A, R2, B. ദാറ്റ്സ് എ സെക്കൻഡ് പാത്ത് അല്ലെങ്കിൽ സെക്കൻഡ് ബ്രാഞ്ച് ആണ്. അതിലെ കറണ്ട് സെയിം ആണ്, I1 + I2 ആണ് എയിൽ നിന്ന് ബിയിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട്. സോ തേർഡ് പാത്ത് എന്താണ്? ഇനി എല്ലാവർക്കും എളുപ്പം കണ്ടുപിടിക്കാം, അല്ലേ? A, E2, R3, B. സോ ദാറ്റ് ഇസ് എ തേർഡ് ബ്രാഞ്ച് ആൻഡ് കറണ്ട് ഈസ് സെയിം. ഏതാണ്? I2 B ദ കറണ്ട് ഇൻ ദാറ്റ് ബ്രാഞ്ച്. സോ ബ്രാഞ്ച് എന്താണെന്ന് മനസ്സിലായി. ഇറ്റ്സ് എ കണ്ടിന്യൂസ് path from one junction to another junction and throughout the branch the current must be same. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ലൂപ്പ് ആണ്. ലൂപ്പ് ഇൻ എ കോംപ്ലക്സ് സർക്യൂട്ട്. സോ ലൂപ്പ് ഈസ് ദ കണ്ടിന്യൂസ് ക്ലോസ്ഡ് പാത്ത് ഫ്രം വെയർ സ്റ്റാർട്ട് ആൻഡ് എൻഡ്സ് അറ്റ് ദ സെയിം പോയിന്റ്. നമ്മൾ എവിടാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പോയിന്റിൽ തന്നെ എൻഡ് ചെയ്യണം. ഇവിടെ എയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ എയിൽ തന്നെ വന്ന് ചേരണം. സോ A to A എന്ന് പറയുന്നതിൽ ഒരു ലൂപ്പ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ആ ഒരു നമ്മൾ പോകുന്നൊരു ഡയറക്ഷൻ നോക്കി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാം ലൂപ്പ് എന്താണെന്ന്. അവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നു. A, E1, R1, B, R2, A. അപ്പോൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എയിൽ തന്നെ വന്ന് ചേർന്നു. സോ ദാറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അതാണ് ഒരു ലൂപ്പ് എന്ന് പറയുന്നത്. A, E1, R1, B, R2, A. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ലൂപ്പ് എങ്ങനെ നമുക്ക് എടുക്കാം? എയിൽ നിന്ന്
A, E2, R3, B, R2, A. That's a second loop in the circuit. അപ്പോൾ ഒരു ക്ലോസ്ഡ് പാത്താണ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, നടുക്കത്തെ ബ്രാഞ്ച് നമ്മൾ അവോയ്ഡ് ചെയ്ത് R2 എന്ന് പറയുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യുവാണെങ്കിൽ രണ്ട് സെല്ല് അല്ലെങ്കിൽ രണ്ട് EMF സോഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ലൂപ്പ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. AE1, B, E2, A എന്ന് പറയുന്ന ഒരു ലൂപ്പും കൂടെ ഉണ്ട്. സോ ദീസ് ആർ ദ വെരി ഇമ്പോർട്ടൻറ്റ് ടേംസ്. നമ്മൾ ക്രിച്ചോഫ്സ് ലോ അല്ലെങ്കിൽ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ജംഗ്ഷൻ, ബ്രാഞ്ച്, ലൂപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് റൂൾസ് പഠിക്കുകയോ അപ്ലൈ ചെയ്യുകയോ ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടേംസ് ജംഗ്ഷൻ, ബ്രാഞ്ച് ആൻഡ് ലൂപ്പ് ഇൻ ആ കോംപ്ലക്സ് സർക്യൂട്ട്. നമുക്ക് ഫസ്റ്റ് ലോ ഡിസ്കസ് ചെയ്യാം. കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് കറണ്ട് ലോ. എന്ന് വെച്ചാൽ ഈ ഒരു ലോ ഡീൽ ചെയ്യുന്നത് കറണ്ടിനെ പറ്റിയാണ്. ഒരു സർക്യൂട്ടിലെ കറണ്ടിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അഥവാ കറണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇറ്റ്സ് നോൺ ആസ് കറണ്ട് ലോ അഥവാ ജംഗ്ഷൻ റൂള്. സോ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് the algebraic sum of electric current at a junction in any electrical network is always zero. It is based on the principle of conservation of charge ആണ്. ഒരു ജംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ ജംഗ്ഷനിലേക്ക് ഇൻകമിങ് കറണ്ട് ഈസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്. അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിൽ എത്ര ആംബിയർ കറണ്ട് വരുന്നു അത്ര ആംബിയർ കറണ്ട് അവിടുന്ന് മൂവ്സ് എവേ ഫ്രം ദാറ്റ് ജംഗ്ഷൻ. അഥവാ ഒരു ജംഗ്ഷനിലെ കറണ്ട് എപ്പോഴും സീറോ ആയിരിക്കും. അതാണ് ഫസ്റ്റ് ലോ പറയുന്നത്. ദ കറണ്ട് അറ്റ് എ ജംഗ്ഷൻ ഈക്വൽ ടു സീറോ. ദാറ്റ്സ് എ സിമ്പിൾ ഡെഫിനിഷൻ ഫോർ ദ ഓർ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ഫോർ ദ ഫസ്റ്റ് ലോ. സോ നമുക്കൊരു ജംഗ്ഷൻ കൺസിഡർ ചെയ്യാം. O എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് ജംഗ്ഷനായിട്ട് എടുക്കുന്നത്. I1 ആൻഡ് I4 ആർ ദ ഇൻകമിങ് കറണ്ട്, ഒരു ജംഗ്ഷനിലേക്ക് എത്തുന്ന കറണ്ടാണ്. ദെൻ I2, I3 ആൻഡ് I5 ആർ ദ ഔട്ട് ഗോയിങ് കറണ്ട് ആണ്. സോ ഈ ഒരു സർക്യൂട്ടിൽ ഇൻകമിങ് കറണ്ടിന് നമ്മൾ പോസിറ്റീവാണ് നമ്മൾ കൊടുക്കുന്ന സൈൻ, ഔട്ട് ഗോയിങ് കറണ്ടിന് നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുത്താൽ ആ ഒരു ജംഗ്ഷനിലെ നെറ്റ് കറണ്ട് അറ്റ് എനി ടൈം ഈസ് ഈക്വൽ ടു സീറോ. സോ നമ്മൾ ആഡ് ചെയ്തെടുക്കുവാണ്. I1 ഈസ് ആൻ ഇൻകമിങ് കറണ്ട്, സോ I1 പ്ലസ്, ദെൻ I2 ബി എ ഔട്ട് ഗോയിങ് ആണ്, സോ മൈനസ് I2, I3 ഓൾസോ മൈനസ്, ദെൻ I4 എന്ന് പറയുന്നതും ജംഗ്ഷനിലേക്ക് വരുന്നതാണ്, ടുവേഴ്സ് ദ ജംഗ്ഷൻ ആണ്, സോ പോസിറ്റീവ് സൈൻ. I5 എന്ന് പറയുന്നത് ജംഗ്ഷനിൽ നിന്ന് മൂവ് എവേ ആണ്, സോ മൈനസ്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? സീറോ ആയിരിക്കും. അഥവാ നോ കറണ്ട് ഈസ് അക്യുമുലേറ്റഡ് ഓർ നോ ചാർജ് ഈസ് അക്യുമുലേറ്റഡ് അറ്റ് ദ ജംഗ്ഷൻ. ഒരു ജംഗ്ഷനിൽ ഒരിക്കലും ചാർജ് അക്യുമുലേറ്റ് ചെയ്യുന്നില്ല. വരുന്ന ചാർജ് ജംഗ്ഷനിൽ നിന്ന് പോകുന്നു. നമ്മുടെ വീടുകളിലെ ഒരു റൂമിലെ വയറിംഗ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഇൻകമിങ് ആയിട്ടൊരു ഒരു ജംഗ്ഷനിൽ നിന്നൊരു കറണ്ട് വരുന്നുണ്ടാവും. ആ ഒരു കറണ്ട് ആണ് നമ്മൾ ഫാനിലേക്ക് ലൈറ്റിലേക്കൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ജംഗ്ഷനിലെ കറണ്ട് എപ്പോഴും എങ്ങനെ ആയിരിക്കും? സീറോ ആയിരിക്കും. സോ കറണ്ട് എൻറ്ററിങ് ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു കറണ്ട് ലിവിങ് ദ ജംഗ്ഷൻ. സോ സൈൻ കൺവെൻഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദ ഇൻകമിങ് കറണ്ട് ടുവേഴ്സ് ദ ജംഗ്ഷൻ ആർ ടേക്കൺ പോസിറ്റീവ് ആണ്, ഔട്ട് ഗോയിങ് കറണ്ട് എവേ ഫ്രം ദ ജംഗ്ഷൻ ആർ ടേക്കൺ നെഗറ്റീവ്. ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് എല്ലാം നമ്മൾ പ്ലസ് ആയിട്ട് എടുക്കുന്നു, അവിടുന്ന് ഔട്ട് ഗോയിങ് കറണ്ട് എല്ലാം നെഗറ്റീവാണ്. സോ ചാർജ് കനോട്ട് അക്യുമുലേറ്റ് അറ്റ് എ ജംഗ്ഷൻ. ദ നമ്പർ ഓഫ് ചാർജസ് ദാറ്റ് അറൈവ് അറ്റ് ദ ജംഗ്ഷൻ ഇൻ എ ഗിവൺ ടൈം മസ്റ്റ് ലീവ് ഇൻ ദ സെയിം ടൈം in accordance with the conservation of charge. So this is the Kirchhoff's first law or current law. സെക്കൻഡ് ലോ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ലൂപ്പ് റൂളിൽ വേണ്ടി വരുന്ന സൈൻ കൺവെൻഷൻസ് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം സെക്കൻഡ് ലോ സ്റ്റേറ്റ്മെന്റിലേക്ക് കടക്കാം. ഈ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിന്റെ ഹെൽപ്പോടുകൂടി നമുക്ക് സൈൻ കൺവെൻഷൻ ഇൻ ലൂപ്പ് റൂൾ. സോ ഫസ്റ്റ് R1 and R2 ആണ് ഒരു resistors connected in this circuit. E1 and E2 be the source of EMF connected to this circuit. Finally the same current flows through this loop. EMFന്റെ സൈൻ കണ്ടുപിടിക്കണം നമുക്കിവിടെ. പൊട്ടൻഷ്യൽ ഡ്രോപ്പ്, രണ്ട് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ട് ഇവിടെ. ഒന്ന് E1 E2 നെക്രോസ്, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റർ നെക്രോസ് ആയിട്ട് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ട്. റെസിസ്റ്റർ നെക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഓംസ് ലോ വെച്ചിട്ട് R1 ബി ദ റെസിസ്റ്റർ ആൻഡ് I ബി ദ കറണ്ട്. സോ I ഇൻറ്റു R ആണ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ റെസിസ്റ്റേഴ്സ്. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡയറക്ഷൻ ഓഫ് കാൽക്കുലേഷൻ അഥവാ കാൽക്കുലേഷൻ ഡയറക്ഷൻ നമ്മൾ എടുക്കുവാണ്. ഡയറക്ഷൻ ഓഫ് ആക്ഷൻ എന്ന് ഞാൻ വിളിക്കുവാണ്. ഡയറക്ഷൻ ഓഫ് ആക്ഷൻ. ഡയറക്ഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആവാം, ആൻറ്റി ക്ലോക്ക് വൈസ് ആവാം. അപ്പോൾ ഫസ്റ്റ് വി വോണ്ട് ടു ഫിക്സ് ദ ഡയറക്ഷൻ ഓഫ് കാൽക്കുലേഷൻ. ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഡയറക്ഷൻ ഓഫ്
കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആവാം, ആൻറ്റി ക്ലോക്ക് വൈസ് ആവാം. ഇവിടെ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമ്മൾ അസ്യൂം ചെയ്യുവാണ്. സോ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഡയറക്ഷൻ ഓഫ് കാൽക്കുലേഷൻ എടുക്കാൻ. വളരെ എളുപ്പത്തിൽ പറയുവാണ്, ലെഫ്റ്റ് ടു റൈറ്റ് ഞാൻ എടുക്കുവാണ്. ഇനി ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കണം ഓൾവൈസ് അവർ ഡയറക്ഷൻ ഓഫ് ആക്ഷൻ. E1ൻ്റെയും E2ൻ്റെയും സൈൻ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഒരു സെല്ല് നമ്മൾ അസ്യൂം ചെയ്തു. ഈ ഒരു സെല്ലിൽ ഡയറക്ഷൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ E മസ്റ്റ് ബി പോസിറ്റീവ് എന്ന് പറയാൻ കാരണം ഇവിടെ പോസിറ്റീവിലേക്കാണ് വരുന്നത്. ലെഫ്റ്റ് ടു നെഗറ്റീവ് ടു പോസിറ്റീവ്. നെഗറ്റീവ് ടു പോസിറ്റീവ് മീൻസ് ലോ പൊട്ടൻഷ്യൽ ടു ഹൈ പൊട്ടൻഷ്യൽ. Low potential to high potential means a rise in potential. Low to high, rise in potential. Rise in potential എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. So that is the first case. Rise in potential ആണെങ്കിൽ E must be പോസിറ്റീവ് ആണ്. നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവ്മെന്റ് എങ്ങനെ തന്നെയാണ്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഡയറക്ഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഇവിടെ കറണ്ട് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ലെഫ്റ്റ് ടു റൈറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ആക്ഷൻ. ബട്ട് സെല്ലിൽ എങ്ങനെയാണ്, പോസിറ്റീവ് ടു നെഗറ്റീവ്, പോസിറ്റീവ് പൊളാരിറ്റി ടു നെഗറ്റീവ് പൊളാരിറ്റി, ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ. ദാറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഫോൾ. എ ഫോൾ ഇൻ പൊട്ടൻഷ്യൽ ഈസ് ദർ. ഫോൾ ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. ഫോൾ ഇൻ പൊട്ടൻഷ്യൽ ഈ സൈൻ നെഗറ്റീവ് ആയിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട്. സോ ദീസ് ടു ആർ ദ സൈൻ കൺവെൻഷൻ ഫോർ ക്യാപിറ്റൽ ഇ. സോ നെക്സ്റ്റ് നമ്മുടെ കമ്പോണന്റ് എന്ന് പറയുന്നത് റെസിസ്റ്റർ ആണ്. റെസിസ്റ്ററിന് അക്രോസ് ആയുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കണ്ടുപിടിക്കാൻ, റെസിസ്റ്ററിന് അക്രോസ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ട്. V is equal to I into R ആണ്. സോ കറണ്ട് ഇവിടെ ഉണ്ട്. കറണ്ടിന്റെ ഡയറക്ഷൻ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ റെസിസ്റ്റർ. വി വോണ്ട് ടു കൺസിഡർ ഡയറക്ഷൻ ഓഫ് ആക്ഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. സോ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഡയറക്ഷൻ ഓഫ് ആക്ഷനും ഡയറക്ഷൻ ഓഫ് കറണ്ടും സെയിം ആണ് എങ്കിൽ, ഡയറക്ഷൻ ഓഫ് ആക്ഷൻ ഏതാണ്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അതേപോലെ കറണ്ടും ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എങ്കിൽ, സോ ദിസ് ഇസ് എ റെസിസ്റ്റർ. R be the resistor, I be the current. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഡയറക്ഷൻ ഓഫ് ആക്ഷനും ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. സെയിം ഡയറക്ഷൻ മീൻസ് നെഗറ്റീവ്. കാരണം ലെഫ്റ്റ് ടു റൈറ്റിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതിന് കാരണം. കറണ്ട് ഓൾവേസ് ഫ്ലോ ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഹയർ ടു ലോവർ. ഹയർ ടു ലോവർ മീൻസ് ഫോൾ ഇൻ പൊട്ടൻഷ്യൽ. ഫോൾ ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ്. ഓക്കെ. സോ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ആക്ഷനും ഡയറക്ഷൻ ഓഫ് കറണ്ടും ഓപ്പോസിറ്റ് ആണ്. ഡയറക്ഷൻ ഓഫ് കാൽക്കുലേഷൻ അല്ലെ, കാൽക്കുലേഷൻ ഡയറക്ഷനും കറണ്ടിന്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണെന്ന് വിചാരിക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി പോസിറ്റീവ്. അഥവാ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഹയർ ടു ലോ ആണ്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അല്ല ഹയർ ടു ലോ ആണ്. പക്ഷെ നമ്മുടെ മൂവ്മെന്റ് ലോ ടു ഹൈ ആണ്. അപ്പോൾ ലോ ടു ഹൈ മീൻസ് എന്താണ്, റൈസ് ഇൻ പൊട്ടൻഷ്യൽ. റൈസ് ഇൻ പൊട്ടൻഷ്യൽ മീൻസ് ഇറ്റ്സ് എ പോസിറ്റീവ്. സോ ഈ 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. നമുക്ക് ഏറ്റവും വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രിച്ചോഫ്സ് ലൂപ്പ് റൂളിന്റെ പ്രോബ്ലംസ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് തിങ് ഈസ് റൈസ് ഇൻ പൊട്ടൻഷ്യൽ മീൻസ് E പോസിറ്റീവ്. ഫോൾ ഇൻ പൊട്ടൻഷ്യൽ മീൻസ് E നെഗറ്റീവ്. ഡയറക്ഷൻ ഓഫ് ആക്ഷൻ ആൻഡ് കറണ്ട് ആർ ഇൻ സെയിം ഡയറക്ഷൻ മീൻസ് നെഗറ്റീവ്. ഡയറക്ഷൻ ഓഫ് കറണ്ട് ആൻഡ് ഡയറക്ഷൻ ഓഫ് ആക്ഷൻ ഈസ് ഓപ്പോസിറ്റ് മീൻസ് പോസിറ്റീവ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിൽ എങ്ങനെയാണ് EMFന്റെയും പൊട്ടൻഷ്യൽ ഡ്രോപ്പിന്റെയും ഡയറക്ഷൻ നമുക്ക് സൈൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ ഡയറക്ഷൻ ഫിക്സ് ചെയ്ത്. കാൽക്കുലേഷൻ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ്. അത് ഫിക്സ് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് ഫിക്സ് ദ കാൽക്കുലേഷൻ ഡയറക്ഷൻ ABCDA. ഓക്കെ. അതിൽ A ടു ബിയിലേക്ക് പോകുമ്പോൾ, എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഉള്ള ഇലക്ട്രിക്കൽ കമ്പോണന്റ് ആണ് E1 എന്ന് പറയുന്നത്. അതിലെങ്ങനെയാണ്, ഹയർ ടു ലോ ആണ് അല്ലെ. ഹയർ ടു ലോ ദാറ്റ് ഈസ് ഫോൾ ഇൻ പൊട്ടൻഷ്യൽ ആണ്. സോ E1 മസ്റ്റ് ബി നെഗറ്റീവ്. നെക്സ്റ്റ് കൺസേൺ E1 മസ്റ്റ് ബി നെഗറ്റീവ്. നെക്സ്റ്റ് B ടു സിയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ്, I into R1. കറണ്ടിന്റെ ഡയറക്ഷനും ഡയറക്ഷൻ ഓഫ് ആക്ഷനും എങ്ങനെയാണ്, സെയിം ഡയറക്ഷൻ ആണ്. B ടു സിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കറണ്ട് പോകുന്നതും സെയിം ഡയറക്ഷനിലാണ്. സോ മൈനസ് ആണ്. ദെൻ C ടു ഡിയിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് സെല്ലിൽ. നെഗറ്റീവ് ടു പോസിറ്റീവ് മീൻസ് എന്താണ്, റൈസ് ഇൻ പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് E ടു ബി പോസിറ്റീവ്. അതേപോലെ തന്നെ D ടു A വരുമ്പോൾ എങ്ങനെയാണ്, D ടു എയിലേക്കാണ് കറണ്ടും ഡയറക്ഷൻ ഓഫ് ആക്ഷനും D ടു A ആണ്. രണ്ടും സെയിം. സോ മൈനസ് ഡയറക്ഷൻ.
മൈനസ് I1 R2. ഇതേപോലെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഡയറക്ഷൻ ഓഫ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഡയറക്ഷൻ അഥവാ ഡയറക്ഷൻ ഓഫ് ആക്ഷൻ ഏതാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൈൻ കൺവെൻഷൻ ഇതേപോലെ വരും. ശ്രദ്ധിച്ചോള, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ IR2 പ്ലസ് ആണ്, -E2 ആണ്, -IR1 ആണ്, പ്ലസ് E1 ആണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് അറിഞ്ഞിരുന്നാൽ നമുക്ക് സെക്കൻഡ് ലോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് ലോയിലേക്ക് കടക്കാം. കിർച്ചോഫ് സെക്കൻഡ് ലോ. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് വോൾട്ടേജ് ലോ ഓർ ലൂപ്പ് റൂൾ. ഫസ്റ്റ് ലോ ഡീൽസ് വിത്ത് കറണ്ട് ഇൻ എ സർക്യൂട്ട് ആണെങ്കിൽ സെക്കൻഡ് ലോ ഡിസ്കസ് ചെയ്യുന്നത് വോൾട്ടേജ് എലോങ് എ ക്ലോസ്ഡ് ലൂപ്പ്. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഉള്ള പൊട്ടൻഷ്യൽസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ വോൾട്ടേജിനെ പറ്റിയാണ് പഠിക്കുന്നത്. സോ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ലൂപ്പ് റൂൾ. The definition or statement is like so: the algebraic sum of all the potential drop and the EMF along any closed path in an electrical network is always zero, or the total EMF in a closed circuit equal to the sum of potential or voltage drop. സോ നമുക്ക് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സ്റ്റേറ്റ്മെന്റ് പഠിക്കാൻ പറ്റും. സോ ദിസ് ഈസ് എ ഡയഗ്രാം. ഒരു കോംപ്ലക്സ് സർക്യൂട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഈ സർക്യൂട്ടിൽ നമ്മൾ പഠിച്ച ജംഗ്ഷൻസ് ഉണ്ട്, ബ്രാഞ്ച് ഉണ്ട്, ദെൻ ലൂപ്പ് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ലോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കറണ്ടിന്റെ ലൂപ്പ് എടുത്തുകൊണ്ടാണ്, ഒരു ക്ലോസ്ഡ് പാത്താണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ ഹിയർ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന ലൂപ്പ് എന്ന് പറയുന്നത് ABCA, ദാറ്റ്സ് എ ലൂപ്പ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡയറക്ഷൻ ഓഫ് കാൽക്കുലേഷൻ അല്ലെ, കാൽക്കുലേഷൻ ഡയറക്ഷൻ അഥവാ ഡയറക്ഷൻ ഓഫ് ആക്ഷൻ നമ്മൾ ഫിക്സ് ചെയ്യുവാണ്. ABCA, ദാറ്റ്സ് എ ഡയറക്ഷൻ ഓഫ് കാൽക്കുലേഷൻ. അതിൽ നമുക്കറിയാം എത്ര EMF ഉണ്ട്. ഒരു EMF E1 എന്ന് പറയുന്ന EMF ആണ്. അതേ പ്ലസ് ദെൻ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് R1 എന്ന് പറയുന്നത് I1 ബി ദ കറണ്ട് ആൻഡ് R1 ഈസ് ദ റെസിസ്റ്റൻസ്. സോ പൊട്ടൻഷ്യൽ ഈസ് I1 into R1. So that's the potential. Then next R2 be the resistance and the current through that is I1 plus I2. So I1 plus I2 into R2 is the potential drop across R2. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെ സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ് സെക്കൻഡ് ലോ പറയുന്നത് അഥവാ ലൂപ്പ് റൂൾ പറയുന്നത്. ദ ടോട്ടൽ ഓർ സം ഓഫ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് വെച്ചാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത്, പ്ലസ് EMF along a closed circuit is 0. And here another loop കൂടെ ഉണ്ട്, ACDA. അതും ക്ലോക്ക് വൈസ് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ABCDA എന്നുള്ള ലൂപ്പ് നമ്മൾ എടുക്കുവാണ്. നേരത്തെ പറഞ്ഞ പോലെ സൈൻ കൺവെൻഷൻ നമുക്ക് അപ്ലൈ ചെയ്യണം. വളരെ എളുപ്പത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു സൈൻ കൺവെൻഷൻ. ഇവിടെ A to B എന്ന് പറയുന്ന എയിൽ നിന്ന് ബിയിലേക്കാണ് നമ്മൾ ഡയറക്ഷൻ ഓഫ് കാൽക്കുലേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത്. A to Bയിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് E1ന്റെ കേസ് എടുക്കുവാണെങ്കിൽ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് ഡയറക്ഷൻ ഓഫ് ആക്ഷൻ. സോ പൊട്ടൻഷ്യൽ ഫോൾ ആണ്, പൊട്ടൻഷ്യൽ ഫോൾ. സോ ഫോൾ ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? മൈനസ് സൈൻ. സോ E1 ഈസ് നെഗറ്റീവ് ഹിയർ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ്, നെക്സ്റ്റ് കമ്പോണന്റ്, രണ്ട് കമ്പോണന്റ് ഉണ്ട് AB എന്ന് പറയുന്നതിൽ. സെക്കൻഡ് കമ്പോണന്റ് ഈസ് എ റെസിസ്റ്റർ. സോ ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഈസ് I1 into R1. കറണ്ടിന്റെ ഡയറക്ഷൻ ഓഫ് ആക്ഷനും ഓപ്പോസിറ്റ് ആണെങ്കിൽ ഏതായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും സൈൻ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഷോസ് പോസിറ്റീവ് ആണ്. അപ്പോൾ I1 R1 എന്ന് പറയുന്നത് പ്ലസ് ആണ്, പോസിറ്റീവ് സൈൻ ആണ്. സോ നെക്സ്റ്റ് B to C എന്ന് പറയുന്നതിൽ ഇലക്ട്രിക്കൽ കമ്പോണന്റ് ഇല്ല. സോ C to Aയിൽ ഇലക്ട്രിക്കൽ കമ്പോണന്റ് റെസിസ്റ്റർ ആണ്. റെസിസ്റ്ററിന്റെ കേസിൽ എങ്ങനെയാണ്? കറണ്ടും ഡയറക്ഷൻ ഓഫ് ആക്ഷനും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ പ്ലസ് ആയിരിക്കും. സോ അവിടുത്തെ കറണ്ട് ഏതാണ്? I1 plus I2 ആണ്. അത് എയിൽ നിന്ന് സിയിലേക്കാണ്. പക്ഷേ നമ്മുടെ ഡയറക്ഷൻ ഓഫ് ആക്ഷൻ അഥവാ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ C to A ആണ്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ R2 into I1 plus I2 പ്ലസ് സൈൻ ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 0. ദാറ്റ്സ് എ ഇക്വേഷൻ. ലൂപ്പിന്റെ ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ലൂപ്പ് കൺസിഡർ ചെയ്യാം. ACDA, ദാറ്റ്സ് എ സെക്കൻഡ് ലൂപ്പ്. ACDA ക്ലോക്ക് വൈസ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. സെക്കൻഡ് ലൂപ്പിന്റെ ഇക്വേഷൻ ശ്രദ്ധിച്ചോളാം. നമുക്ക് വരുന്ന ജസ്റ്റ് കമ്പയർ ചെയ്യാണ്ട് ഇക്വേഷൻ അവിടെ വന്നിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. ഫസ്റ്റ് കമ്പോണന്റ് A to C, ഡയറക്ഷൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ A to C ആണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. റെസിസ്റ്ററിൽ കൂടെ കറണ്ട് ഉണ്ട് I1 plus I2 into R2, അതാണ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. ഡയറക്ഷൻ ഓഫ് കറണ്ടും ഡയറക്ഷൻ ഓഫ് ആക്ഷനും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് മൈനസ് ആണ്. സോ
സോ മൈനസ് I1 പ്ലസ് I2 ഇൻറ്റു R2. നെക്സ്റ്റ് സി ടു ഡിയിലേക്കാണ് ഡയറക്ഷൻ ഓഫ് മോഷൻ. രണ്ട് കമ്പോണൻസ് ഉണ്ട്, ഒരു റെസിസ്റ്ററും ഒരു സോഴ്സ് ഓഫ് EMFും. സോ ഫസ്റ്റ് നമ്മൾ റെസിസ്റ്റർ എടുക്കുവാണെങ്കിൽ R3 ബി ദ റെസിസ്റ്റർ, R3 ഇൻറ്റു I2 ബി ദ കറണ്ട്. R3 ഇൻറ്റു I2 എന്ന് പറയുന്നത് സി ടു ഡി ആണ് ഡയറക്ഷൻ. സെയിം ഡയറക്ഷനിൽ തന്നെയാണ് കറണ്ട് ഫ്ലോ. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ആക്ഷനും ഡയറക്ഷൻ ഓഫ് കറണ്ടും സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് മൈനസ് സൈൻ. സോ I2 R3 മൈനസ് ആണ്, മൈനസ് I2 ഇൻറ്റു R3 ആണ്. സോ നെക്സ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് E2 ആണ്. E2ന്റെ കേസിൽ നമ്മൾ സിയിൽ നിന്നും ഡിയിലേക്കാണ് നമ്മുടെ മൂവ്മെന്റ്. ഡയറക്ഷൻ ഓഫ് കാൽക്കുലേഷൻ സി ടു ഡി ആണ്. അവിടെ പൊട്ടൻഷ്യൽ എങ്ങോട്ടാണ്? നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ടു പോസിറ്റീവ് മീൻസ് ലോ ടു ഹൈ പൊട്ടൻഷ്യൽ. ദാറ്റ്സ് എ പൊട്ടൻഷ്യൽ റൈസ് ഓർ റൈസ് ഇൻ പൊട്ടൻഷ്യൽ. സോ E2 ഈസ് പോസിറ്റീവ്. ആൻഡ് D2 എ വരണം. നല്ല ലൂപ്പ് കംപ്ലീറ്റ് ആവുള്ളൂ, പക്ഷെ അവിടെ ഇലക്ട്രിക്കൽ കമ്പോണന്റ് ഒന്നും ഇല്ല. സോ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. സോ ലൂപ്പ് റൂൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ EMF ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് ഈക്വൽ ടു ദ സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ്, അഥവാ ദ സം ഓഫ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആൻഡ് EMF along a closed path is 0. സോ സൈൻ കൺവെൻഷൻ എഴുതി വരുന്നുണ്ട്. നമുക്ക് നോട്ട് ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുവാണ്. EMF is taken negative when we traverse from positive to negative. Then EMF is taken positive when we traverse from negative to positive. And finally the potential falls along the direction of current and rises along the direction opposite to current path. എന്ന് വെച്ചാൽ the potential fall is taken negative ആണ്, potential rise is taken as പോസിറ്റീവ്. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്രിച്ചോഫ്സിന്റെ ലോസ് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ്, വൺ ഓഫ് ദ കോർ ടോപ്പിക് ഇൻ കറണ്ട് ഇലക്ട്രിസിറ്റി ഈസ് ക്രിച്ചോഫ്സ് ലോസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അതുപോലെ ദ പാത്ത് ക്യാൻ ബി ട്രാൻവേഴ്സ്. നമുക്ക് ഏതൊക്കെ രീതിയിൽ എടുക്കാം? ക്ലോസ്ഡ് ക്ലോക്ക് വൈസും എടുക്കാം, ആന്റി ക്ലോക്ക് വൈസും എടുക്കാം. അത് നമുക്ക് ഫിക്സ് ചെയ്യാം ഏത് ഡയറക്ഷനിലാണോ നമ്മൾ ഡയറക്ഷൻ ഓഫ് കാൽക്കുലേഷൻ എടുക്കുന്നത് എന്നുള്ള കാര്യം. താങ്ക് യു.